3.5 പതിറ്റാണ്ട് മുമ്പ് രണ്ടുപേരെ താൻ കൊലപ്പെടുത്തിയിരുന്നു എന്ന മലപ്പുറം സ്വദേശി വെങ്ങരയിലെ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലുകൾ തള്ളുകയാണ് കോഴിക്കോട് തിരുവമ്പാടി SI ആയിരുന്ന OP തോമസ്. മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ 100% നുണയാണെന്നും മരിച്ചയാളുടെ ബന്ധുക്കൾ ഒരു ഘട്ടത്തിൽ പോലും കൊലപാതക സംശയം ഉന്നയിച്ചിരുന്നില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന OP തോമസ് 24 പറഞ്ഞു. YS അഭിനന്ദ് കൊച്ചിയിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. 39 വർഷം മുൻപ് കോഴിക്കോട് കൂടരഞ്ഞിയിൽ വെള്ളത്തിൽ വീഴ്ത്തി കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് താനാണ് കൊലപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തലുമായാണ് കഴിഞ്ഞ ദിവസം മുഹമ്മദ് അലി രംഗത്തെത്തിയത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണം, പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളി ഉള്ളത് എന്നത്, അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി എന്നത് കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിയാത്തതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മൊഴിയും ഒപ്പം തന്നെ രേഖകളും തമ്മിൽ സാമ്യമുണ്ടെന്ന് അന്വേഷണ സംഘം കടത്തിനു പിന്നാലെ ഇപ്പോൾ ഊർജിതമായ അന്വേഷണമാണ് കോഴിക്കോട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്ന ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ചിരുന്ന എറണാകുളം പറവൂർ സ്വദേശിയായിട്ടുള്ള അന്നത്തെ തിരുവമ്പാടി SI OP തോമസ് 24നോടൊപ്പം ചേരുകയാണ്. 39 വർഷം മുമ്പുണ്ടായ ഒരു സംഭവമാണ്. അതിലിപ്പോൾ താൻ തന്നെ കൊലപ്പെടുത്തിയെന്ന് മുഹമ്മദ് അലി എന്ന ആൾ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു. അന്നത്തെ ഈ സംഭവം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അതൊരു ശരിയായ നടപടിയാണ് എനിക്ക് തോന്നുന്നില്ല. ഞാനാണ് കേസ് അന്വേഷിച്ചത്. അത് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ പോലീസുകാരെ ഞാനും കൂടെയാണ് ഇതൊക്കെ ചെയ്തത്. വളരെ കുറച്ച് വെള്ളമുള്ളൂ. ആ വെള്ളത്തിൽ ഇങ്ങനെ ഒരാൾ കിടക്കുന്ന കണ്ടു. അപ്പോൾ അയാൾക്ക് ഒരുവിധം നല്ല ആരോഗ്യവും വലിപ്പമൊക്കെ ഉണ്ട്. എന്നിട്ട് അതിന് മുകളിലോട്ട് കയറ്റാൻ വേണ്ടി സൗകര്യം എടുക്കാൻ വേണ്ടി ഇയാളുടെ ഒരു കൂട്ടുകാരൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അയാളെയും പിന്നെ വേറൊരുത്തനെയും കൂടി വലിച്ചു കയറ്റി ഒരു വണ്ടിക്കാരും ഇത് കയറ്റാൻ സമ്മതിക്കുന്നില്ല ബോഡി. അങ്ങനെ നമ്മൾ ഒരു പോലീസ് മുറ കാണിച്ച് പീഡിപ്പിച്ച് ആൾക്കാരെയൊക്കെ പീഡിപ്പിച്ച് വണ്ടി സംഘടിപ്പിച്ച് നേതാക്കന്മാരെ കൂടി തന്നു. ആ വണ്ടി കയറ്റി ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തീകരിച്ച ശേഷം മൃതദേഹം പിന്നെ ബന്ധുക്കൾക്ക് കൈമാറുകയാണോ ചെയ്യുന്നത്? കൈമാറാൻ വേണ്ട ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ തൽക്കാലം അവരുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചു. പിന്നെ ഏതോ സമയത്ത് ബന്ധുക്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് എൻ്റെ അറിവ്. തുടരന്വേഷണം വേണമെന്ന് കുടുംബവും ആവശ്യപ്പെട്ടില്ല, പോലീസ് അതുമായി ബന്ധപ്പെട്ട് നീങ്ങിയിട്ടുമില്ല. ആരും അന്വേഷിച്ചിട്ടില്ല ആ കാര്യം. നാട്ടുകാർ മുഴുവൻ പറയും ഇയാൾ അപസ്മാര രോഗം വന്ന് വെള്ളത്തിൽ വീണ് മരിച്ചിരിക്കുന്നതാണ്. എല്ലാവരും പറയും. ഇങ്ങനൊരു വെളിപ്പെടുത്തൽ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? നുണയാണ്. ഉറപ്പായിട്ടും 101% നുണയാണ്. പിന്നെ ഇപ്പോൾ 14 വയസ്സ് എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്തൊരുത്തൻ തള്ളി വെള്ളത്തിലിട്ട് മറിച്ച് കൊല്ലാൻ സാധിക്കില്ല. തമാശയായിട്ടാണോ തോന്നുന്നത്? തമാശയായിട്ടല്ല. അയാൾ ആടെ വന്നതൊന്നും പോലും ഒരു സൂചനയില്ല ഈ മനുഷ്യനെ. അന്ന് ഇൻക്വസ്റ്റ് നടപടികൾക്ക് നേതൃത്വം നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ OP തോമസ് ആണ് 24നോട് പ്രതികരിച്ചത്. 100% ആണെന്നാണ് ഇപ്പോൾ OP തോമസ് വ്യക്തമാക്കുന്നത്. അന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് മറ്റൊരു തരത്തിലും ഈ മരണം പോയില്ല എന്ന് 100% ഉറച്ച് വിശ്വസിക്കുന്നതായും OP തോമസ് പറയുന്നു. കൊച്ചിയിൽ നിന്നും MT അധീഷിനൊപ്പം YS അഭിനന്ദ്, 24.